തടിമേശയിലായിരുന്ന ഫോണിൽ നിന്നും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ പകരുന്ന മുരുക സുപ്രഭാതം ആ മുറിയിലാകെ അലയടിച്ചു. ഭിത്തിക്കഭിമുഖമായി കഴുത്തൊപ്പം മൂടിപ്പൊതച്ച് കിടക്കുകയായിരുന്ന ഒരു പെൺകുട്ടി ഫോണിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ സുപ്രഭാതം കേട്ടതും പുതപ്പ് തലയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് നേരെ കിടന്നു. ആ ശബ്ദമുറക്കത്തെ കീറിമുറിക്കുന്നതിന്റെ അനവസരത്തിൽ ആൾ പുതപ്പിനുള്ളിൽ നിന്നും വലങ്കൈ മാത്രം പുറത്തേക്കിട്ട് തടിമേശയിലിരുന്ന ഫോണിലെ ഡിസ്പ്ലേയിൽ സ്വൈപ്പ് ചെയ്തു. തൊട്ടടുത്ത നിമിഷം മുറിയിലാകെ അലയടിച്ചുകൊണ്ടിരുന്ന ആ മധുരമായ സ്വരം നിലച്ചു. ആൾ ഉറക്കച്ചടവോടക്കായി പുതപ്പിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഒന്നുകൂടി കട്ടിലേക്ക് ചുരുണ്ടുകൂടി. മുരുക! തൊട്ടടുത്ത നിമിഷം അവൾ അലറി വിളിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ നിമിഷം അവളുടെ മുഖത്ത് മറച്ചിരുന്ന പുതപ്പ് താഴേക്ക് ഊർന്നു വീണു. അതോടൊപ്പം തന്നെ അവൾ അലസമായി വട്ടക്കെട്ട് കെട്ടിവെച്ചിരുന്ന അവളുടെ നീളൻ കോലൻ മുടിയും പിന്നിലായി അഴിഞ്ഞു വീണു. ഞാൻ തന്നെ അലാറം വെച്ചിട്ട് ചെയ്യേണ്ട കാര്യവും മറന്നു. പോത്തുപോലെ ഉറങ്ങാൻ പോയിരിക്കുന്നു. എന്റെ മുരുക, എന്നെ എഴുന്നേൽപ്പിച്ച നന്നായിട്ടോ. ശരീരത്തിൽ നിന്നും പുതപ്പെടുത്തു മാറ്റി കൈകൂപ്പി പറഞ്ഞുകൊണ്ട് അവൾ കാലിൽ രണ്ട് നിലത്തേക്ക് ഉറപ്പിച്ചു. അവളുടെ ആ കുപ്പിവള പോലെ ചിന്നിച്ചിതറുന്ന ശബ്ദത്തോടൊപ്പം തന്നെ അവളുടെ കണങ്കാലിലായി പറ്റി ചേർന്ന് കിടന്നിരുന്ന നിറയെ മുത്തുകൾ പിടിപ്പിച്ച വെള്ളിക്കുലുസും കൊഞ്ചിച്ചിരിച്ചു. ധൃതിയിൽ കബോർഡിൽ നിന്നൊരു പട്ടുപാവട എടുത്തു. ആ വെള്ളിക്കുലുസ് കിലുക്കിക്കൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് ഓടിക്കയറി. കുളിയെല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങിയതേ റൂമിലെ വലിയ കണ്ണാടിയുടെ മുമ്പിലായി അവൾ പോയി നിന്നു. ആൾ കുളിച്ചിട്ട് ഇറങ്ങിയതേയുള്ളൂ എന്ന് കാണിക്കും വിധം വെള്ളത്തുള്ളികൾ അവിടെ മുഖത്തും കഴുത്തിലുമായി മുത്തുപോലെ പറ്റിപ്പിടിച്ചിരുന്നു. ജനൽ കൂടി അരിച്ചിറങ്ങുന്ന സൂര്യശോഭയിൽ ആ ഒരു വൈഡൂര്യം പോലെ മിന്നിത്തിളങ്ങി. നനഞ്ഞ തലമുടിയിലായി ചുറ്റിക്കെട്ടി വച്ചിരുന്ന തോർത്ത് അഴിച്ചുമാറ്റി കസേരയിലേക്ക് ഇട്ട ശേഷം ആൾ വേഗം മുടി മുമ്പിലേക്ക് എടുത്തിട്ടുകൊണ്ട് കൈയാൾ കോതാൻ തുടങ്ങി. അല്പം കഴിഞ്ഞതും അവൾ ആ മുടി ഒന്നാകെ എടുത്തൊന്ന് കുടഞ്ഞ ശേഷം ആ പിന്നിലേക്ക് വിടർത്തിയിട്ടു. കടുനീല നിറത്തിൽ ഗോൾഡൻ ബോർഡർ വരുന്ന ഒരു പട്ടുപാവാടയായിരുന്ന അവളുടെ വേഷം. ഇരുനിറമാണ്, വണ്ണമുള്ള ശരീരപ്രകൃതിയാണ്. എങ്കിലും അധികം തടിച്ചതല്ല, കുഞ്ഞു വട്ടമുഖമാണ്. അതിന്റെ ഭംഗി കൂട്ടാനെന്ന വണ്ണം വിടർന്ന ഉണ്ട കണ്ണുകളും. ആൾ ധൃതിയിൽ മേശവലിപ്പ് തുറന്നുകൊണ്ട് അതിൽ നിന്നും കൺമഷി കൂട് പുറത്തേക്ക് എടുത്തു. ശേഷം മോതിരവിരലിനാൽ അതിൽ നിന്ന് അല്പം കരി തോണ്ടിയെടുത്തുകൊണ്ട് നല്ല കറുപ്പിച്ച് കണ്ണെഴുതി. അതേ കൺമഷി കൊണ്ട് തന്നെ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് ഒരു വട്ടപ്പൊട്ടും പുരികക്കുടികളും നടുക്കായി കുത്തി. അരയപ്പമുള്ള കോലൻ മുടി കുളിപ്പിന്നൽ കെട്ടി. ആ വലിയ കണ്ണാടിയുടെ അടുത്തായിരുന്ന ബാങ്കിൾ സ്റ്റാൻഡിൽ നിന്നും പട്ടുപാവടയ്ക്ക് ചേരും വിധമുള്ള കടുനീല കുപ്പിവളകളും സ്വർണ്ണ നിറമുള്ള കുപ്പിവളകളും എടുത്തു ഇരു കൈയിലുമായി കലർത്തിയിട്ടു. ശേഷം ഒരു കുഞ്ഞു നീല കല്ല് പതിപ്പിച്ച ജമിക്കയും കാതിരണിഞ്ഞുകൊണ്ട് അവൾ വേഗം മുറിവിട്ടിറങ്ങി. സമയമില്ലമ്മ, പോയിട്ട് ഓടിയരാമേ. അല്ല, താമസിക്കും. വേഗത്തിൽ പടിക്കെട്ടുകൾ ഓടിയിറങ്ങുന്നവളെ കാണെ അമ്മ ഉറക്കെ വിളിച്ചതും അവൾ അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പോയിക്കൊണ്ട് പടികൾ ഓടിയിറങ്ങി. തിരുമേനി, ഒരർച്ചന. പേരമിക, നാളുത്രം. അമ്മു പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ രസീതിലേക്ക് അവളുടെ പേരും നാൾ എഴുതി ചേർത്തുകൊണ്ട് തിരുമേനി ഒരു ചിരിയോടെ പറഞ്ഞു. പരീക്ഷ അടുത്തൂലേ? ചിരി കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. ആൾ അദ്ദേഹത്തെ നോക്കി വെളുക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടി കാണിച്ചു. പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ രസീത് അവളെ ഏൽപ്പിച്ചു. അവൾ ചമ്മൽ മറച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കിയൊന്ന് ചിരിച്ച ശേഷം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. എൻ്റെ മുരുക, ഇന്ന് പരീക്ഷ തുടങ്ങുക കേട്ടോ. ഫൈനലൊന്നുമില്ല, എന്നാലും പിന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്കറിയാലോ. അതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് പാസ്സാക്കി തന്നാൽ മതി. നിന്റെ അമ്മൂട്ടിയല്ലേ, പ്ലീസേ. വലങ്കയിൽ വേലേന്തി കഴുത്തിൽ നാരങ്ങമാല അണിഞ്ഞ് ഐശ്വര്യം തുളുമ്പുന്ന മുഖത്തോട് നിൽക്കുന്ന മുരുകന്റെ പ്രതിഷ്ഠയിലേക്ക് നോയിക്കൊണ്ട് ആൾ ദയനീയമായി പറഞ്ഞു. ആളുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്, ഒരു സംഭാഷണം പോലെ. എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി എന്തിനേതിനും മുരുകനെ വിളിച്ചുകൊണ്ടേയിരിക്കും പെണ്ണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ, ഞാൻ പോയി ബാക്കിയുള്ളവരെ കൂടി കണ്ടിട്ട് വരാമേ. ടാറ്റാ. മുരുകനെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് മറ്റു ഉപദേവകളുടെ അടുത്തേക്ക് അവൾ ചെന്നു. എല്ലാവരെയും തൊഴുത് പ്രാർത്ഥിച്ച് മുരുകന്റെ അടുത്തേക്ക് തന്നെ അവൾ തിരിച്ചു വന്നു. ഒന്നുകൂടി തന്റെ പരീക്ഷാകാര്യം മുരുകനെ ഓർമ്മിപ്പിച്ച ശേഷം അവൾ തീർത്ഥം വാങ്ങാനായി മറ്റുള്ളവരോടൊപ്പം പോയി നിന്നു. അമിക, പരിചിതമല്ലാത്ത ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ പുരികം ചുളിച്ചുകൊണ്ട് മുമ്പിലേക്ക് മുഖമുയർത്തി നോക്കി. കറുകറുത്ത മിഴികളുമായി അവിടെ ആ വിടർന്ന ഉണ്ടക്കണ്ണുകൾ കുരുത്തതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പതറി നിന്നുപോയി. അവളുടെ ആ വിടർന്ന മിഴികൾ ആ ചെറുപ്പക്കാരന്റെ മുഖമാകെ ഓടി നടന്നു. ആ വിരിഞ്ഞ നെറ്റിയും കട്ടിപ്പുരികവും വിടർന്ന കറുകറുത്ത മിഴികളും കട്ടിമീശയും താടിയും എല്ലാം അവളിൽ എന്തൊക്കെയോ ഇഷ്ടങ്ങൾ നിറച്ചു. ഇന്നുവരെ ആരോടും തോന്നാത്ത, സ്വയം അനുഭവിക്കാത്ത, എന്തു പേര് ചൊല്ലി വിളിക്കണമെന്നറിയാത്തൊരിഷ്ടം. പക്ഷെ അവളുടെ കണ്ണുകൾ കൊരുത്തു നിന്ന് അവന്റെ തൊണ്ടക്കുഴിയോട് ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷത്തിലും ആ വിരിഞ്ഞ മാറിലായി ചുറ്റി പിണഞ്ഞു കിടക്കുന്ന പൂണൂല്യമായിരുന്നു. അമിക, അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തി നോക്കി.
അവന്റെ മിഴികൾ കുറുക്കിയുള്ള നോട്ടം കാണെ അവൾ വേഗം തന്നെ അവനിൽ തന്റെ നോട്ടം തെറ്റിച്ചുകൊണ്ട് തീർത്ഥവും പ്രസാദവും വാങ്ങിയ ശേഷം നാലമ്പലത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി. ആ നിമിഷം അവളെ പിന്തുടർന്നുകൊണ്ട് ആ ഒരുവന്റെ കറുകറുത്ത മിഴികളും ഉണ്ടായിരുന്നു. മുരുക. ഉറങ്ങാൻ കിടക്കിയായിരുന്നവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു. തല കയ്യിൽ താങ്ങിയിരുന്നുകൊണ്ട് ദയനീയമായി മുരുക ഭഗവാനെ വിളിച്ചു. ഇത് കഷ്ടാന്റെ മുരുകാത്. കണ്ണു തുറക്കാനും പറ്റുന്നില്ല, അടക്കാനും പറ്റുന്നില്ല. ആ മനുഷ്യന്റെ മുഖം മുമ്പിൽ തെളിയുന്നു. എനിക്കിത് എന്താ പറ്റിയേ? തടിമേശയിലായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന മുരുകന്റെ ഫോട്ടോ കയ്യിലേക്ക് എടുത്ത് അതിലേക്ക് കണ്ണ് ഉറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പരിഭവത്തോട് ചോദിച്ചു. ചിരിച്ചോ എന്തു പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നോട്ടോ. പരിഭവത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ ആ ഫോട്ടോ മേശയുടെ മുകളിലേക്ക് തന്നെ തിരികെ വെച്ചു. ആ കറുകറുത്ത മിഴികളും രുദ്രാക്ഷവും മനസ്സിൽ തെളിഞ്ഞതും അവൾ പോലും അറിയാതെ അവളുടെ ചുടികൾ വിടർന്നുപോയി. അതേ ചിരിയോടെ തന്നെ അവൾ പുതപ്പ് മുഖത്തേക്ക് എടുത്തിട്ടുകൊണ്ട് കട്ടിലേക്ക് വീണു. ആഹാ, ഇന്നെന്താ മുട്ടിയ പതിവില്ലാതെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ? കൈയൊക്കെ വീശി ആടിപ്പാടി വരുന്നവളെ കാണെ അമ്പലത്തിലെ സഹായിയായ കേശവൻ ചോദിച്ചു. അതിരാവിലെ അവളെ കണ്ടതിന്റെ എല്ലാവിധ അമ്പരപ്പും ആ വൃദ്ധന്റെ മുഖത്തും ശബ്ദത്തിലും നിഴലിച്ചിരുന്നു. അവളൊരു കടുത്ത മുരുക ഭക്തിയാണെന്ന് ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്നും അമ്പലത്തിൽ പോവുകയും ചെയ്യും. പക്ഷേ അത് വൈകുന്നേരങ്ങളിലാണെന്ന് മാത്രം. കാരണം കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന അത്ര രസമുള്ള കാര്യമില്ല. പിന്നെ പരീക്ഷാ ദിവസങ്ങളിൽ മാത്രമേ ആള് രാവിലെ അമ്പലത്തിൽ പോവുകയുള്ളൂ. എന്തേ എനിക്കെന്റെ മുരുക ഭഗവാനെ കാണാൻ വന്നൂടെ? അയ്യോ, വന്നോളൂ എന്റെ കുട്ടിയെ. ജാളിത മറച്ചു വെക്കാൻ ശ്രമിച്ച് കണ്ണു ഉറപ്പിച്ച് പിടിച്ചുകൊണ്ട് പെണ്ണ് ചോദിച്ചു. തിരുമേനി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുളത്തിന്റെ കൽപ്പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. ആ അല്ല മുത്തച്ഛ, നമ്മുടെ പഴയ തിരുമേനിയോടെ പോയി. നാലമ്പലത്തിനകത്തേക്ക് കയറാൻ ഭാവിച്ചോൾ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. പുള്ളി അമ്പലത്തിലേക്ക് പോയി കുട്ടിയെ. അതിന് പകരമായിട്ടാ മൈക്കുഞ്ഞു വന്നിരിക്കണ്. രണ്ട് പടവുകളിറങ്ങിയ കേശവനോട് ആ ചോദ്യം കേൾക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. മൈ എന്നാണോ ആളുടെ പേര്? താൻ അറിയാൻ ആഗ്രഹിച്ച വ്യക്തിയിലേക്ക് സംസാരം വന്നിന്ന് കാണേ ഉള്ളിലെ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് പെണ്ണ് സംശയത്തോടെ ചോദിച്ചു. ഉവ്വ് കുട്ടിയെ, മഹീന്ദ്രൻ. എല്ലാവരും ആളെ മഹീന്ന് വിളിക്കും. ചിരിയോടെ പറഞ്ഞുകൊണ്ട് കേശവൻ പടവുകളിറങ്ങാൻ തുടങ്ങി. പോട്ടെ കുട്ടിയെ, ഇനി നിന്നാ ശരിയാവില്ല. വിളക്കും കിണ്ടിയും മറ്റും വൃത്തിയാക്കാനുണ്ടേ. ആ പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം അവളോടായി വിളിച്ചു പറഞ്ഞു. അവന്റെ സ്ഥലവും മറ്റും അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം അവൾ നിറഞ്ഞുവെങ്കിലും ആളുടെ പേര് കിട്ടില്ലോ എന്നോർത്ത് അവളുടെ മുഖമിടന്നു. അതേ തെളിച്ചത്തോടെയാണ് പെണ്ണ് നാലമ്പലത്തിനുള്ളിലേക്ക് കയറിയത്. എപ്പോഴും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മുരുകനെ മാത്രം കണ്ണു നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നവൾ ഇന്ന് ആ കറുകറുത്ത മിഴികൾക്കായി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവൻ അവിടെ എങ്ങും കാണാതെ വന്നവും പെണ്ണിന്റെ ആ കറുത്ത ഗോളങ്ങൾ പിടച്ചിലോടെ നാലുപാടും പാഞ്ഞു നടന്നു. പ്രസാദം കൊടുക്കുന്നിടത്ത് ചെറുചിരിയോടെ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ആ ഉണ്ടക്കണ്ണുകൾ വിടർന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് പെണ്ണിന്റെ ആ ഉണ്ടക്കണ്ണുകൾ കുശുമ്പാൽ ചുരുങ്ങിയത്. കണ്ടോ മുരുക, വന്ന് കയറിയില്ല, അതിനുമുമ്പേ പെണ്ണുങ്ങൾ കറക്കാൻ തുടങ്ങി. കിത്തുവിനോട് ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ കാണെ അവൾ പരാതി പോലെ മുരുകനോടായി പറഞ്ഞു. അവളുടെ പരിഭവം കണ്ടിട്ടോ അതോ കുശുമ്പ് കണ്ടിട്ടോ എന്തോ മുരുകന്റെ അടുത്തായുള്ള തൂണിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന മണികൾ കാറ്റിലിളകി ശബ്ദമുണ്ടാക്കി. ഇതേ സമയം അവളുടെ ആ ചുണ്ട് വിളർത്തിയുള്ള നിൽപ്പും കൂർപ്പിച്ചു പിടിച്ച കണ്ണുകളെല്ലാം ഇടങ്കണ്ണാൽ ഒരുവൻ കാണുന്നുണ്ടായിരുന്നു. എന്തോ പെണ്ണിനെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം അകത്തേക്ക് വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച നല്ലതായതുകൊണ്ട് ഇനി അവനെ നോക്കില്ലെന്ന വാശിയിൽ മുരുകനെ കൺകുളിർക്കെ കണ്ട ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കുകൂടി ചെയ്യാതെ അവൾ തീർത്ഥവും പ്രസാദവും വാങ്ങിക്കൊണ്ട് പരിഭവത്തോടെ വെട്ടിത്തിരിഞ്ഞങ്ങ് നടന്നു. പെണ്ണിന്റെ ആ പരിഭവം പിടിച്ചുള്ള പോക്ക് ആസ്വദിച്ചെന്ന പോലെ അവന്റെ കട്ടിമീശയുടെ കീഴിൽ ഒളിച്ചിരുന്ന ആ ചുണ്ടുകൾ അതിമനോഹരമായി വിരിഞ്ഞു. അന്നു മുതൽ അവൾ അമ്പല ദർശനം പതിവാക്കി. അത് 2 നേരം. പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ അവൾ മുരുകനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ അതിവേഗം ഓടിമറയുന്ന അതേ വേഗത്തിൽ തന്നെ ആ ഒരുവൻ അമ്മുവിന്റെ ഉള്ളിൽ ഒരു ആൽമരം പോലെ പടർന്നു പന്തലിച്ചു. ഒപ്പം തന്നെ ആദ്യമാത്രയിൽ കണ്ട വെറും ഒരു ആകർഷണമല്ല അവൻ തനിക്കെന്നും തനിക്ക് അവനോട് പ്രണയമാണെന്നും അവൾ ഈ കാലയളവ് കൊണ്ട് സ്വയം തിരിച്ചറിഞ്ഞു. പതിവ് പോലെ മുരുകനെ കാണാനെന്ന പേരിൽ അമ്പലത്തിലേക്ക് വന്നതാണ് അമ്മു. ഒഴിയ ദിവസമായിരുന്നിട്ടും അധികം ആളുകളൊന്നും തന്നെ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നത്തെയും പോലെ ആദ്യം അവനായി അവളുടെ മിഴികൾ ചുറ്റിനും പരതി നടന്നു. അവനെ കണ്ടതും അവൾ ചിരിയോടെ മുരുകന്റെ അരികിലേക്ക് പോയി നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രസാദം വാങ്ങാൻ അയാൾ അവന്റെ അരികിലേക്ക് ചെന്നു. ആ സമയം അവൾ മാത്രമേ നാലമ്പലത്തിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അമ്മു. പ്രസാദം വാങ്ങി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവൾ മയുടെ ആ വിളിയിൽ പിടിച്ചിട്ടിയതുപോലെ നിന്നുപോയി. ആദ്യമായിട്ടാണ് അവനവൾ അമ്മു എന്ന് വിളിക്കുന്നത്. അതിന്റെ പകപ്പും ഒപ്പം തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവനെന്നുള്ള നാണവുമെല്ലാം അവളിൽ എന്തെന്നില്ലാത്തൊരു പരവേശം നിറച്ചു. അമ്മു.
ഒരു തവണ കൂടി അവന്റെ ശബ്ദം അവളെ തേടി ചെന്നപ്പോൾ അവൾ ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയതാളത്തോടെ അവൻ അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അവന്റെ ആ കറുകറുത്ത മിഴികളുമായി നോട്ടം കുരുത്തപ്പോൾ അവൾ ഒരു പിടച്ചിലോട് അവനിൽ നിന്ന് തന്നെ നോട്ടം തെറ്റിച്ചുകൊണ്ട് നിലത്തേക്ക് മിഴികൾ നട്ടു. അല്പസമയം കടന്നുപോയിട്ടും അവനൊന്നും പറയുന്നില്ലെന്ന് കാണെ അവളിൽ വെപ്രാളം കൂടി. അവൾക്ക് അവനെ മിഴികൾ ഉയർത്തി നോക്കണമെന്നുണ്ട്. പക്ഷെ ഉള്ളിലെ വെപ്രാളം കാരണം അതിന് പറ്റാത്ത പോലെ. ഇതേ സമയം അവളോട് തന്റെ മനസ്സിലുള്ള കാര്യം ഇങ്ങനെ പറയുമെന്നറിയാതെ ആകെ വലഞ്ഞു നിൽക്കുകയാണ് മഹി. നാലമ്പലത്തിനുള്ളിൽ ആരും ഇപ്പോഴില്ലെന്നുള്ള ധൈര്യത്തിൽ തന്റെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറയാനായി ആള് വിളിച്ചതാണ് അവൻ. എന്നാൽ ഇപ്പോൾ അവളോട് എന്ത് പറയണമെന്നറിയാതെ ആകെ പതിരി നിൽക്കുകയാണ് അവൻ. എന്താ? പിന്നെയും തങ്ങൾക്കിടയിലുള്ള മൗനം തുടരുകയാണെന്ന് കാണെ അവന്റെ മുഖമുയർത്തി നോക്കാതെ വിക്കലോട് അവൾ ചോദിച്ചു. പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യം കേൾക്കെ അവനിൽ വെപ്രാളം നിറഞ്ഞു. അവളോട് എങ്ങനെ ഉള്ളിലുള്ള കാര്യം പറയണമെന്ന് മനസ്സിൽ അടുക്കി വയ്ക്കായിരുന്നു മഹി. അവളുടെ ആ പതിഞ്ഞ ശബ്ദത്തിൽ അതെല്ലാം മറന്നുപോയി. അതിനാൽ തന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അവൻ തന്നെ മിഴികൾ മേലെ ചിമ്മി അടച്ചുറന്നുകൊണ്ട് അവളെ നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനിയുള്ള കാലം മുഴുവൻ എന്റെ മാത്രം പെണ്ണായി കൂടെ കാണുമോ നീ? അവൻ മനസ്സിൽ ഉദ്ദേശിച്ച് ഇങ്ങനെയായിരുന്നില്ല. പക്ഷെ അപ്പോഴത്തെ വെപ്രാളത്തിൽ അവന്റെ നാവിൽ നിന്ന് ഇങ്ങനെയാണ് വന്നതാനും. ഇതേ സമയം യാതൊരുവിധ മുഖവരെയും കൂടാതെയുള്ള അവന്റെ ആ തുറന്നു പറച്ചിലും ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെ മിഴിഞ്ഞ കണ്ണുകളാൽ അവൾ അവന്റെ മുഖമുയർത്തി നോക്കി. ഏറെ പ്രതീക്ഷയോടെ തന്നെ മിഴിൽ വിടർത്തി നോക്കി നിൽക്കുന്നവനെ കാണെ ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി പോയി. അതിനാൽ തന്നെ ആരായി എന്ത് മറുപടി കൊടുക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ ആ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞു. ഉള്ളം കൈ വിയർത്തു, കൈകാലുകൾ കുഴഞ്ഞു. അത്രയും നേരം അവളിൽ നിന്ന് തനിക്ക് അനുകൂലമായി മറുപടി പ്രതീക്ഷിച്ചു നിന്നവൻ ആളുടെ നിറഞ്ഞ മിഴികൾ കാണെ പതറിപ്പോയി. നിമിഷ നേരം കൊണ്ട് അവനിൽ എന്തെന്നില്ലാത്ത കുറ്റബോധം നിറഞ്ഞു. മുരുക, ചെയ്ത് തെറ്റായോ? അവളുടെ ശരീരം നേർമയായി വിറക്കുന്നതാണ് അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തി. ഇതേ സമയം ആളൊന്നും മിണ്ടാതെ നിറമിഴികളോട് അവനെ നോക്കിയ ശേഷം വേഗം പിന്തിരിഞ്ഞ് നടന്നു. ഒന്നും മിണ്ടാതെ നിറമിഴികളായിട്ടുള്ള അവിടെ ആ പോക്ക് കാണെ അവന്റെ കണ്ണുകളും ചെറുതായി കലങ്ങി ചുവന്നു. അവൻ തെറ്റ് ചെയ്തവനെ പോലെ മുരുകന്റെ മുമ്പിൽ കൈകൂപ്പി തലകുമ്പിട്ട് നിന്നു. വീട്ടിലേക്ക് കയറിയതും അവൾ ഓടിച്ചെന്ന് തന്നെ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. എന്റെ മുരുക, ഞാനെന്താ? എന്നെ ഇഷ്ടാന്ന്, ഞാൻ ഏട്ടന്റെ പെണ്ണാന്ന്. എന്താ മുരുക ഞാൻ ചെയ്യ? എന്താ ഞാനിപ്പോ നിനക്ക് തരിക? മേശയിലിരുന്ന് മുരുകന്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊട്ടിപ്പെണ്ണ് ചിരിച്ചുകൊണ്ട് കരഞ്ഞു. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളിൽ ഉടലെടുക്കുന്ന വികാരം എന്തെന്ന് പോലും ആൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. സന്തോഷമോ നാണമോ കരച്ചിലോ, എല്ലാ വികാരങ്ങളും ആൾ ഒരേ നിമിഷം തന്നെ വന്ന് പൊതിഞ്ഞു. ആൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് എന്നാൽ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവൻ ഇന്ന് അമ്പലത്തിലേക്ക് വന്നത്. അവളെ കണ്ടാൽ ഉടനെ തന്നെ ആരൊക്കെ നിന്നാൽ അവളോട് മാപ്പ് ചോദിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവളല്ലാതെ മറ്റൊരു പ്രണയം തന്റെ ജീവിതത്തിലില്ലെന്ന് പറയാനും. പക്ഷെ അവന്റെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് അവൾ അന്ന് അമ്പലത്തിലേക്ക് വന്നില്ല. അത് അവനിൽ എന്തെന്നില്ലാത്ത വേദന നിറച്ചു. ഒരു വേള താൻ അവളോട് തന്റെ ഉള്ളിലെ പ്രണയം ഇത്ര ധൃതിപ്പെട്ട് തുറന്നു പറഞ്ഞ അബദ്ധമായി പോയോ എന്ന് പോലും അവൻ വിചാരിച്ചു. അതിന്റെ ഫലമായി അവന്റെ മനസ്സാ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. ഇതേ സമയം താൻ എന്ത് ധൈര്യത്തിൽ അമ്പലത്തിലേക്ക് പോകുമെന്ന് ആലോചിച്ചിരിക്കുകയെന്നു അമ്മു. എന്റെ മുരുക, ഞാനിപ്പോ എങ്ങനെയാ ഏട്ടന്റെ മുമ്പിൽ പോയി നിൽക്കുക? ഇഷ്ടമാണ് എനിക്കും. പക്ഷേ മുരുകന്റെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ നാണത്തോടെ മെല്ലെ പറഞ്ഞു. നിനക്കറിയാലോ മുരുക, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാന്ന് പറയണേ. അതും ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആള് തന്നെ. അപ്പം ഞാൻ എന്ത് ധൈര്യത്തിലാ ആളുടെ മുന്നിൽ പോയി നിൽക്കുക? ഉള്ളം കൈ രണ്ടും കൂട്ടിയുരസിക്കൊണ്ട് ഉള്ളിൽ നിറഞ്ഞ വെപ്രാളത്തോടെ അവൾ തന്നെ മുരുകനോടായി ചോദിച്ചു. ആ കറുകറുത്ത മിഴികൾ മനസ്സിലേക്ക് ഓടി വന്നതും അവൾ നാണത്താൽ ചിണുങ്ങി ചിരിച്ചുകൊണ്ട് ഇരുകയ്യാലും തന്നെ മുഖം പൊത്തിപ്പിടിച്ചു. ദിവസങ്ങൾ ഇലകൊഴിയിൽ ആകത്തോടെ പോയി മറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നാണ് അമ്മുവിന്റെ ഡിഗ്രി അവസാന വർഷ പരീക്ഷ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി അവിടെ മുരുകനെ കാണാൻ അവൾ തീരുമാനിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം ഇന്നാണ് അമ്മു അമ്പലത്തിലേക്ക് പോകുന്നതെന്നായി. അതിൻ്റെതായ എല്ലാവിധ വെപ്രാളവും അവളിലുണ്ട്. പക്ഷെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഇഷ്ടം ആളെ അറിയിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഏറെ പ്രതീക്ഷയോടെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച അമ്മുവിന്റെ മുഖം വാടിപ്പോയി. പ്രിയപ്പെട്ടവനെ ഒന്ന് കാണാനായി അവളുടെ മിഴികൾ നാലുപാടും തിടുക്കപ്പെട്ട് പാഞ്ഞടന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. മറ്റേ കുട്ടി എവിടെ തിരുമേനി? ആരുമായിയോ? അവൻ വീട് വരെ പോയിരിക്കുക, എന്തോ അത്യാവശ്യമുണ്ടത്രേ. തിരുമേനിയുടെ മറുപടിയിൽ അവളുടെ മുഖം ഒന്നുകൂടി വാടിപ്പോയി. നിമിഷ നേരം കൊണ്ട് ആ ഉണ്ടക്കണികളിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി. അവൾ പരിഭവത്തോടെ മുരുകനെ ഒന്ന് നോക്കിയ ശേഷം വേഗം അവിടെ നിന്നും പിന്തിരിഞ്ഞടന്നു. ഇന്നെന്തേ അമ്പലത്തിൽ പോകുന്നില്ലേ? പടിക്കെട്ടിലായി ചടഞ്ഞുകൂടിയിരിക്കുന്നവളെ കാണെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് അമ്മ ചിരിയോടെ ചോദിച്ചു.
ആൾ മറുപടി ഒരു മുകളിലൊതുക്കിക്കൊണ്ട് അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു. മറ്റേത് പരീക്ഷ വന്ന ഇന്നും പോയി മുരുകനെ ശല്യം ചെയ്യുന്ന ആളല്ലേ, ഈ പ്രാവശ്യം എന്തു പറ്റി? വാത്സല്യത്തോടെ ആളുടെ മുടിയിഴകളിൽ കൂടി മെല്ലെ വിരലോടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അതിനു പക്ഷെ അവൾ മറുപടി ഏതുമേ കൊടുത്തില്ല. ചെല്ലി മടി പിടിച്ചിരിക്കാണ്ട് പോയി കുളിക്ക്, എന്നിട്ട് അമ്പലത്തിലേക്ക് പോ. ആളുടെ മൗനം കാണെ അതും പറഞ്ഞ അവളുടെ നെറുകിൽ വാത്സല്യത്തോടൊന്ന് മുത്തിയവർ. മനസ്സിലെങ്കിലും അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. വലിയ ഉത്സാഹമൊന്നുമില്ലാതെയാണ് അവൾ നാലമ്പലത്തിനുള്ളിലേക്ക് കയറിയത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയെ മഹിയെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ വന്നുകൊണ്ടിരുന്നത്. നിരാശയോടെ തിരിച്ചു മടങ്ങുമെന്നല്ലാതെ വേറെ പ്രയോജനം തന്നെ ഉണ്ടായില്ല. മേഘ ചോദി. പരിചിതമായ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ മുമ്പിലേക്ക് മിഴികൾ ഉയർത്തി നോക്കി. ചെറുചിരിയോടെ എല്ലാവർക്കും തീർത്ഥവും പ്രസാദവും കൊടുക്കുന്നവനെ കണ്ടതും അവളുടെ ആ ഉണ്ടക്കണ്ണുകൾ വിടർന്നു. അവൾ ആവേശത്തോടെ മുരുകന്റെ അരികിലേക്ക് ഓടി. ഇത്ര ദിവസം പിണങ്ങിയിരുന്നതിന് മുരുകനോട് ക്ഷമ പറഞ്ഞ ശേഷം അവൾ മറ്റു ഉപദേവന്മാരുടെ അരികിലേക്ക് പോയി. വേഗത്തിൽ 3 പ്രദക്ഷിണം വെച്ച ശേഷം അവൾ പ്രസാദം വാങ്ങാനായി ഓടിച്ചെന്നു. പക്ഷെ അവന്റെ അരികിലെത്തിയപ്പോഴേക്കും പെണ്ണിന്റെ ആ വിടർന്ന ഉണ്ടക്കണ്ണ് പരിഭവം കൊണ്ട് കൂർത്തു. ഇതേ സമയം ഏറെ ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ട് അവന്റെ ആ കറുകറുത്ത മിഴികൾ വിടർന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവയിൽ സങ്കടം നിറഞ്ഞു. ഞാൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്നോട് പറയാതെ പോയില്ലേ? അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ പരിഭവത്തോടെ പറഞ്ഞു. സത്യത്തിൽ ആ പെണ്ണിനുള്ളിലെ പരിഭവം അവൾ പോലും അറിയാതെ പുറത്തേക്ക് വന്നതാണ്. അവളുടെ ആ പരിഭവം നിറഞ്ഞ വാക്കുകൾക്കൊപ്പം അവളുടെ കണ്ണിലെ നീർത്തിളക്കം കൂടി കണ്ടതും ഒരു വേള വിശ്വാസം വരാതെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നുപോയി. ഇനി പറയാതെ പോയി ഞാൻ ഒരിക്കലും മിണ്ടില്ല, നോയിക്കോ. അതും പറഞ്ഞ് അവനെ നോക്കി ആ ഉണ്ടക്കണ്ണ് ഉരുട്ടി പേടിപ്പിച്ചുകൊണ്ട് പെണ്ണ് ചാടിത്തുള്ളിപ്പോയി. കുറച്ചു നിമിഷം തനിക്ക് ചുറ്റും എന്താണ് നടന്നതെന്നറിയാതമായി പകച്ചു നിന്നു. അമ്പലനടയിലെ മണിശബ്ദം കാതടിപ്പിങ്ങി അവിടെ ആകെ ഉയർന്നതും അവന്റെ ചുണ്ടുകൾ മനോഹരമായി വിരിഞ്ഞു അവന്റെ പെണ്ണിനായി. ഇന്ന് സ്കന്ദഷഷ്ടി ആയതുകൊണ്ട് തന്നെ അമ്മുവിനോടൊപ്പം അവിടെ അമ്മയെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. പതിവ് പോലെ ഇന്നോട് ആ വിടർന്ന ഉണ്ടക്കണ്ണുകൾ അവളുടെ പ്രിയപ്പെട്ടവനെയാണ് ആദ്യം തിരഞ്ഞത്. അവനെ കണ്ടതും അവളുടെ മനസ്സ് തണുത്തു. അവൾ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കാനായി പോയി. ഇപ്പോഴും അവൾ അവളുടെ പ്രണയം അവൻ അറിയിച്ചിട്ടില്ല. പക്ഷെ അവളുടെ ഓരോ വാക്കുകളിലും നോട്ടത്തിലും അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അത്രമാത്രം മതിയായിരുന്നു അവനും. അമ്മേ, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അമ്മുവും അമ്മയും പിന്നിൽ നിന്നുള്ള മഹിയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. മഹിയെ കണ്ടതും അമ്മ അവനായി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ അമ്മുവിലൊരു തരം എപ്രാൾ ഉടലെടുത്തു. അമ്മേ, വളച്ചിട്ടില്ല, ഞാനൊരു കാര്യം പറയാം. എനിക്ക് അമ്മുവിനെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ച് എന്റെ പാതയാക്കണം എന്നാണ് ആഗ്രഹം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനത് വീട്ടുകാരെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നോട്ടെ. മഹിയുടെ വാക്കുകൾ കേട്ടതും അമ്മു ഞെട്ടിലോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അമ്മയുടെ ചുണ്ടിലെ ചെറുചിരി കണ്ടതും പെണ്ണ് കണ്ണു മിഴിച്ച് നിന്നുപോയി. വിരോധമൊന്നുമില്ല മോനെ. സത്യത്തിൽ മോനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മുവിന് ഇപ്പം 20 വയസ്സായിട്ടല്ലേ ഉള്ളൂ. കല്യാണം മാത്രമല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതിന് എനിക്ക് ഇപ്പോഴേ ഇവിടെ എൻ്റെ താലിച്ചാട്ടിൽ കുരുത്തിടാൻ ധൃതിയൊന്നുമില്ല അമ്മേ. പിന്നെ അവളെ കൈവിട്ട് കളയാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മയുടെ വാക്കുകൾ കേട്ട മഹി ചെറുചിരിയോടെ പറഞ്ഞു. അവനെ ആ മറുപടിയിൽ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. അതിനാൽ തന്നെ അവന്റെ ആഗ്രഹപ്രകാരം അവന് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനായി ആ അമ്മയ്ക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്താണ് ഭാര്യ തനിയിരുന്ന് ചിരിക്കുന്നു? മാറിലായി മുഖമിട്ട് ഉരസിക്കൊണ്ട് ഉറക്കം പിടിക്കുന്ന കുഞ്ഞിക്കുറുമ്പന്റെ തുടയിൽ തട്ടിക്കൊണ്ടിരുന്ന ചിരിക്കുന്ന അമ്മുവിനെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് മൈ ചിരിയോടെ തിരക്കി. അതോ ഇത് കണ്ടിട്ടാ അപ്പ അമ്മ ചിരിക്കിനെ? മറുപടി പറഞ്ഞവിടെ ആദ്യത്തെ കുട്ടിക്കുറുമ്പനാണ്. ആൻ ബെഡിൽ നിവർത്തി വെച്ചിരിക്കുന്ന അവരുടെ കല്യാണാൽബത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിഷ്കളങ്കമായി മഹിയോട് പറഞ്ഞു. ചില്ലി റെഡ് കളർ പട്ട് സാരി ചുറ്റി ഒരു ദേവിയെ പോലെ തന്നെ താലിയേറ്റു വാങ്ങുന്നവരുടെ ഫോട്ടോയിലേക്ക് മഹി പ്രണയത്തോടെ നോക്കിയിരുന്നു. അവന്റെ ഓർമ്മകളും പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് അമ്മുവിന്റെ അമ്മയോട് സംസാരിച്ച ശേഷം മഹി അവന്റെ വീട്ടുകാരെ കൂട്ടി അമ്മുവിനെ കാണാനായി പോയി. മകന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരായതുകൊണ്ട് തന്നെ അമ്മുവിനെ അവന്റെ പെണ്ണായി സ്വീകരിക്കാൻ അവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. അതിനാൽ തന്നെ എത്രയും വേഗം തന്നെ അവരുടെ നിശ്ചയം നടത്താൻ അവർ ധൃതി കൂട്ടി. പക്ഷേ മഹി അതിനെ ശക്തമായി എതിർത്തു. അവൾക്ക് എന്ന് നിശ്ചയം വിവാഹമെന്നൊക്കെ വേണമെന്ന് തോന്നുമോ അന്ന് മതി ഈ ചടങ്ങുകളെല്ലാമെന്നും അതുവരെ അവൾ അവളുടെ ഇഷ്ടത്തിന് പാറി പറക്കട്ടെ എന്നും അവൻ പറഞ്ഞു. ഈ വരവ് ഒരു പെണ്ണ് കാണലല്ലെന്നും താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തങ്ങളെ താൻ ഇവിടെ കൊണ്ടുവന്നാണെന്നും അവനവരുടെ വീട്ടുകാരോടായി പറഞ്ഞു. അങ്ങനെ 5 വർഷം വീട്ടുകാരെ സമ്മത്തോടെ അവർ പ്രണയിച്ചാണെന്നും ശേഷം അമ്മുവിനും അവന്റെ പാതിയായി അവന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറണമെന്ന് തോന്നിയ നിമിഷം, ആളായി തന്നെ ആഗ്രഹം അവനോട് പറഞ്ഞ നിമിഷം, ഒരാലിലെ താലിയിൽ അതേ മുരുകനടയിൽ വെച്ച് തന്നെ അവന്റെ പ്രണയത്തെ സ്വന്തമാക്കി. അവൻ മനസ്സറിഞ്ഞ ചിരിയോടെ അതിലേറെ പ്രണയത്തോടെ തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവളെ നോക്കി.
എല്ലാം എത്ര പെട്ടെന്നായിരുന്നു അല്ലേ ഏട്ടാ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. തങ്ങളുടെ കല്യാണ ആൽബം നോക്കിക്കൊണ്ട് ചിരിയോടെ ബെഡിലായിരിക്കുന്ന കുറുമ്പനെയും തന്റെ മാറിൻ ചൂടിലായി പതുങ്ങി കൂടിക്കൊണ്ട് മയങ്ങിക്കിടക്കുന്ന കുറുമ്പനെയും നോക്കിക്കൊണ്ട് അമ്മു ചിരിയോടെ പറഞ്ഞു. അവനും ചിരിയോടെ അതിനൊന്ന് മൂളിയ ശേഷം അവളുടെ കവളിൽ അമർത്തിയൊരു മുത്തം കൊടുത്തു. അതുകൊണ്ട് വലിയ കുറുമ്പൻ വാപുതി ചിരിച്ചപ്പോൾ മയക്കത്തിലായിരുന്ന കുഞ്ഞി കുറുമ്പന്റെ ചുണ്ടിലും ഒരു പാൽ പുഞ്ചിരി വിരിഞ്ഞു.